എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Strength, Page of Cups, Queen of Wands, Three of Wands, Nine of Cups, Knight of Swords, Seven of Swords, Knight of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്, അതോടൊപ്പം തന്നെ 9 ഓഫ് പെൻഡക്കിൾസ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി ധൈര്യത്തോടു കൂടി, അല്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് കുറച്ച് സമാധാനത്തോട് കൂടിയിട്ടിരിക്കുക, ബി ബ്രേവ്. കാരണം ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് ഡിസംബറിലാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ, നിങ്ങൾ ഇപ്പോഴത്തെ സമയം ശരിക്കും അത്ര നല്ലതൊന്നും അല്ല എങ്കിൽ, അല്ലെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മാനഹാനി അല്ലെങ്കിൽ ഈവൻ ജയിലിൽ കിടക്കേണ്ടുന്ന ഒരവസ്ഥ പോലും ചില ആളുകൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം അപവാദം കേൾക്കേണ്ടി വരിക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ധൈര്യം സംഭരിക്കുക, ധൈര്യം കൈവിടാതിരിക്കുക. ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു അൺസർട്ടനിറ്റി, അനിശ്ചിതാവസ്ഥ, ഇതിൽ നിന്നൊരു കരകയറ്റം ഉണ്ട് എന്ന് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്കും ഒക്കെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ വലിയ പൊസിഷനിലേക്ക് പോകുന്നുണ്ട്. ഈ കഴിഞ്ഞു പോയത് ഒരു കർമ്മമാണ്. നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കടം ബാക്കി കിടക്കുന്നുണ്ടായിരുന്നു, കർമ്മത്തിൻ്റെതായിട്ടുള്ള ആ ഒരു കടമാണ് നിങ്ങളിപ്പോൾ വീട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് പോവുക, മനസ്സമാധാനം, സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതമാണ് എന്നുള്ളതാണ്. കാരണം ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 9 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ച ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ച പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു. ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനാണ്. 9 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾക്ക് വാട്ട് യു ഹാവ് ബീൻ വിഷിംഗ് ഫോർ, നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ നെക്സ്റ്റ് ഫേസ്, അടുത്ത ഫേസ് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു, ആസ്വദിക്കാൻ പോകുന്നു. ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ എടുത്തു പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ അറിയാത്ത സുഖങ്ങൾ ജീവിതത്തിൽ അറിയാൻ പോകുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ലക്ഷറിയാണ് സൂചിപ്പിക്കുന്നത്, ആഡംബരം ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആഡംബരപരമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് പോലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ കടമൊക്കെ ഉള്ളവരാണ് എങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് കടമൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ മാറുന്നതിൻ്റെ ഒരു സാഹചര്യവും ഈ ഒരു വർഷത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം കൈവരിക്കുന്നുണ്ട്, ജോലിയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്, ട്രാൻസ്ഫർ, പ്രമോഷൻ, അതേപോലെ പ്രൈവറ്റ് ജോലി, ഒരു ചെറിയ ജോലിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിയിലേക്കുള്ളൊരു സാധ്യത കൂടി ഇവൻ കാണിക്കുന്നുണ്ട്. ഗവൺമെൻറ് പൊസിഷനിലേക്ക് കയറാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് ഒരു സാധാരണ പ്രൈവറ്റ് ചെറിയ ജോബിൽ നിന്ന് വലിയൊരു കമ്പനിയിലേക്ക് നല്ല ശമ്പളത്തോടു കൂടിയിട്ട് കയറാൻ പറ്റുന്ന ഒരു രീതി. വിവാഹം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക്, വിവാഹം നടക്കാത്തവർക്ക് ആ ഒരു കാര്യം ശരിയാവുന്ന വിവാഹ കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റെഡിയാകുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് കപ്സ് എനർജിയാണ്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഒരു പ്രത്യേകത പറയാനുള്ളത്, ഇവിടെ പേജ് ഓഫ് കപ്സ് എനർജി ആണ്. അത് സൂചിപ്പിക്കുന്നത് ജീവിതത്തിലേക്കുള്ള ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിലാണ്. അതേപോലെ പ്രണയവും കാണിക്കുന്നുണ്ട്. അപ്പോൾ വിവാഹം കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം വിവാഹം
സാധ്യമാകുന്നുണ്ട്. കൂടുതലായിട്ടും അറേഞ്ച് മാരേജ് ആണ് കാണിക്കുന്നത്. ഇനി പ്രണയത്തിലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു വർഷമായിരിക്കും 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവവും അതേസമയം തന്നെ കുറച്ച് സങ്കടം എന്നതിനേക്കാൾ കൂടുതൽ ഒരു ഇറിറ്റേഷൻ ആവുക, കുറച്ച് നിങ്ങളെ വെറുപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി ചാലഞ്ചസ്, തടസ്സങ്ങൾ എന്ന് പറയുന്ന ഒരു, അതായത് ചാലഞ്ച് എന്ന് പറയാം നമുക്ക്, ആ ഒരു രീതിയിൽ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിനർത്ഥം ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തടസ്സം വരും, അല്ലെങ്കിൽ ചലഞ്ചസ് വരുമെന്ന് നമുക്ക് പറയാം. തടസ്സം എന്ന് പറയുമ്പോൾ ഒന്നും മുന്നോട്ടേക്ക് നടക്കുന്നില്ല, തടസ്സമാണ് എന്ന് പറഞ്ഞ് കാലങ്ങളോളം ഇരിക്കുന്ന തരത്തിലുള്ളൊരു തടസ്സമല്ല. കാരണം ഇതിവിടെ എടുത്ത് പറയാൻ കാര്യം, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്ട്രെങ്ത് അനിവാര്യമായിട്ടുള്ളത് വേണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചില ചലഞ്ചസ് വരും. ഇപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ ഒരു ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസിൽ കൊടുക്കണം. അപ്പോൾ നിങ്ങളതൊരു തടസ്സമാണെന്ന് കരുതി ഇറിറ്റേറ്റഡ് ആവാതെ ആ ഡോക്യുമെൻ്റ് 1-2 ദിവസത്തിൽ സംഘടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം ശരിയാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകുന്ന പോലെ എന്തെങ്കിലും വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും തടസ്സമാണെന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാതിരിക്കുക. അങ്ങനെ പോവുകയാണ് എങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു തടസ്സം കഴിയുമ്പോൾ പിന്നെ അടുത്തത് അങ്ങനെ വരും. അതുകൊണ്ട് പോസിറ്റീവായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു നൈറ്റ് ഓഫ് സോട്ട്സ് എനർജിയാണ്. ഈ ഒരു നൈറ്റ് ഓഫ് സോട്ട്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എന്താ പറയുക, ഒരു സ്ട്രെസ്സ് നിങ്ങളുടെ ചുറ്റും, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷെ ചുറ്റുമുള്ള ചില നെഗറ്റീവ് എനർജീസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള തടസ്സങ്ങൾ, ഈ പറയുന്ന തടസ്സത്തേക്ക് അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും, അല്ലെങ്കിൽ അതിനെ മറികടന്നു പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ പേഴ്സിസ്റ്റൻസ്, അതായത് സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് പ്രയത്നിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നല്ല പൊസിഷനിൽ എത്തുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ ജാതകവശാൽ നോക്കുക, ശനിയുടേതായിട്ടുള്ള കാര്യങ്ങൾ അപഹാരങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അത് എപ്പോഴും നമുക്കറിയാലോ, അതിന് കഠിനമായിട്ട് പ്രയത്നിച്ചാൽ മാത്രമാണ് ശനി അതിന് ഫലം തരൂ, വെറുതെ ഒന്നും തരില്ല എന്നുള്ളത്. അപ്പോൾ ന്യായത്തിനും നീതിക്കും നിരക്കുന്ന രീതിയിലെല്ലാം ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ക്യൂൻ ഓഫ് ഫോൺസ് എനർജി ആൻഡ് 7 ഓഫ് സോഡ്സ് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക സിറ്റുവേഷൻ, അതായത് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ വളരെ നല്ല പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ആ ഒരു പൊസിഷനിൽ എത്തുന്നത്, ആ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ നിങ്ങൾ കുറച്ച് അധികം തന്നെ അധ്വാനിക്കേണ്ടി വരും എന്നുള്ളതാണ്. നിങ്ങൾ അധ്വാനിച്ചാൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ അവസരം കിട്ടുന്നു. നിങ്ങൾ ആരാണ്, എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളിൽ മറ്റുള്ളവർ അംഗീകരിക്കുന്ന സമയമാണ്. അപ്പോൾ പ്രയത്നിച്ചു കൊണ്ടിരുന്നാൽ അതിനുള്ള ഫലം കിട്ടും. കാരണം ഇപ്പോൾ പലരെയും സംബന്ധിച്ച് ഈ ഒരു വർഷം വളരെയധികം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നവരായിരുന്നു എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ നെഗറ്റിവിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വർഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പോസിറ്റീവായിട്ടിരിക്കാൻ ചിന്തിക്കുക. അതേപോലെ നന്ദി പ്രകടിപ്പിക്കുക ആ ദൈവത്തിന്, ആ പ്രപഞ്ചശക്തിക്ക്. നിങ്ങളുടെ ഉള്ളിൽ ഉള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മാറ്റി പോസിറ്റീവായിട്ടിരിക്കാൻ ചിന്തിക്കുക. നിരന്തരമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരുന്ന് നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. ഇവിടെ എടുത്ത് പറയാനുള്ളൊരു കാര്യം പ്രയത്നത്തെക്കുറിച്ചിട്ട്, നേരത്തെ ശനിയുടെ ഒരു സാഹചര്യം പറഞ്ഞു. അത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നീതിക്കും ന്യായത്തിനും നിരക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു. നീതിക്കും ന്യായത്തിനും നിരക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് അർഹതപ്പെടാത്ത എന്തെങ്കിലും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തുന്നില്ല, അത് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്ന. ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 3 ഓഫ് ഫോൺസ് എനർജി ആൻഡ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു യാത്ര പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു യാത്ര എന്ന് പറയാൻ കാര്യം, ഒരു പ്രത്യേക ഒരു പ്രത്യേക ഇടത്തേക്ക് പ്രത്യേക കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു യാത്ര ഈ ഒരു വർഷം കാണിക്കുന്നുണ്ട്. ഈ ഒരു യാത്ര നിങ്ങളുടെ ജീവിതവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കും. കാരണം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു യാത്രയായിരിക്കും. ഈ യാത്ര പോയി വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറുന്നുണ്ട്. നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം, പല തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ട്. അതേപോലെ 3 ഓഫ് ഫോൺസ് എനർജിയാണ്. നിങ്ങൾ കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന, കുറച്ച് എന്തൊക്കെയോ ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ എല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. റിസൾട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ, നിങ്ങളിപ്പോൾ വിസയോ
സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പൗരത്വം ലഭിക്കുന്ന ഒരു സാഹചര്യം, ഗ്രീൻ കാർഡ് അതുപോലെയുള്ള സാഹചര്യം, നാട്ടിൽ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു വർഷമാണ്. അതേപോലെ പഠിത്തവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ല സമയമാണ്. ആഗ്രഹിച്ച കോഴ്സിന് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ജീവിതത്തിൽ കാണുന്നത്. കാരണം അസുഖങ്ങളൊക്കെ അടുത്തിടയ്ക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ അലട്ടുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വർഷം വലിയ രീതിയിൽ പ്രായസംബന്ധമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ ഒഴിച്ചാൽ വലിയ രീതിയിൽ അസുഖങ്ങളൊന്നും അലട്ടാത്തത് കൊണ്ട് തന്നെ നല്ലൊരു വർഷമായിരിക്കും. അതേപോലെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ ഈ ഒരു ഓൾറെഡി വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുന്നു അല്ലെങ്കിൽ കഴിയാറായിരിക്കുന്നു എന്ന് ഉണ്ടെങ്കിൽ ക്യാമ്പസ് സെലക്ഷനിലോ മറ്റ് തലത്തിലോ പെട്ടെന്നൊരു ജോലി ലഭിക്കാനുള്ള ഒരു അവസരം പലർക്കും സാധ്യമാകുന്നത് കൊണ്ട് അധികം അലയേണ്ടി വരിക അല്ലെങ്കിൽ അധികം അടുത്ത അതായത് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നവരോ ആക്കാൻ പോകുന്നവരോ സംബന്ധിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം സ്വയം പര്യാപ്തത നേടാനുള്ള ഒരു അവസരവും ഈ ഒരു വർഷം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.